അമ്മ ഇങ്ങോട്ട് നോക്കി. എന്താ പാടി അവിടെ കിടന്ന് അലർന്നത്? ഇങ്ങോട്ട് നോക്ക്. എടി നീ പറയടി, ഞാൻ ചെവി കൊണ്ടാടി കേൾക്കുന്നത്, കണ്ണുകൊണ്ടല്ല. നീ പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കുക. അമ്മ അതല്ല, ഒരു കാര്യമുണ്ട്. കാര്യമുള്ള കാര്യമാണോ അല്ലാത്തതാണോ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയാം. അമ്മ ഞാനൊന്ന് പുറത്ത് പോയിക്കോട്ടെ? എവിടെ പോൻ? എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അമ്മ. ഷോപ്പിങ്ങോ? കഴിഞ്ഞ ആഴ്ചയില്ലേ നീ 2500 രൂപ ഡ്രസ്സ് എടുക്കാൻ വേണമെന്ന് പറഞ്ഞോണ്ട് എൻ്റെ കയ്യിൽ മേടിച്ചോട്ട് പോയത്? എന്നിട്ട് കൊള്ളാവുന്ന ഒരു തുണിയാണോ നീ എടുത്തോണ്ട് വന്നത്? നീ പറ. നല്ലൊരു തുണിയെങ്കിലും നീ എടുത്തോ. അത്രയും പൈസ കൊണ്ട് വഷളാക്കി കളഞ്ഞു. ഞാൻ നിന്റെ കൂടെ വന്നിരുന്ന നല്ല ഒന്നാന്തരം തുണി ഞാൻ എടുത്തു തന്നെ. കാശിന്റെ വില അറിയത്തില്ല നിനക്കൊക്കെ. പറയുമ്പോൾ അങ്ങോട്ട് തരുന്നുണ്ടല്ലോ. പിന്നെ പണം കഴിക്കുന്ന മരം ഉണ്ടല്ലോ. അമ്മ എനിക്ക് കുറച്ച് പൈസ തരാമോ? കോസ്മെറ്റിക്സ് മേടിക്കാൻ പോകാനാ. എൻ്റെ അടുക്കെ പൈസ ഇല്ല. എന്നെ നീ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് ഒരു കമ്പ് കൊണ്ട് 100 അടി തന്നെന്ന് പറഞ്ഞാലും ആ അടി കൊള്ളത്തേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒരു 5 പൈസ എടുക്കാനില്ല. അത്രയ്ക്ക് പൈസ ഇല്ലാതിരിക്കുന്ന സമയം അവളുടെ ഒരു കോസ്മെറ്റിക്സ് മേടിക്കാൻ പോകും. ഈ തലയിലൊക്കെ ഈ കണ്ട കെമിക്കലൊക്കെ വാരി തൂക്കാതെ നല്ല ഒന്നാന്തരം പച്ച വെളിച്ചെണ്ണ തലയിലൊന്ന് തേച്ച് നീ കയ്യിലോട്ട് കുറച്ചെടുത്ത് നീ തലയിലൊക്കെ ഒന്ന് തേച്ച് നീ ഒന്ന് കുളിച്ച് നോക്കി. നിന്റെ പകുതി പ്രശ്നങ്ങളും നിന്റെ സ്ട്രെസ്സും ഒക്കെ മാറി തലയൊക്കെ നല്ലോണം തണുത്ത് നമുക്കൊരു ഉന്മേഷമൊക്കെ കിട്ടും. അതങ്ങനെ ആരോട് പറയാനാ? വെളിച്ചെണ്ണ തേക്കുന്നത് അലർജി, സിറം വാരി തൂക്കാം. അത് പിന്നെ കെമിക്കലാണല്ലോ, കുഴപ്പമൊന്നുമില്ല. പച്ച വെളിച്ചെണ്ണ വെച്ച് ഇനി മുടിയൊക്കെ കറുത്ത് നല്ലോണം വളർന്നു വന്നാലോ? ഈ ക്രീമും ഈ ഹെയർ സിറും ഒക്കെ വാരി തൂത്തിട്ട് ഉള്ള മുടിയും സൗന്ദര്യവും ഒക്കെ നീ കളയാതെ. ഇപ്പം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ല. നീ നോക്കി, ഞാനൊക്കെ നല്ല സാധാരണ ആട്ടിയ പച്ച വെളിച്ചെണ്ണ തലയിലും മേത്തും ഒക്കെ തേച്ചാണ് ഞങ്ങൾ കുളിച്ചിരുന്നതൊക്കെ. അത് തന്നെയല്ല, ഞങ്ങളൊക്കെ ഡെയിലി കുളിക്കുമായിരുന്നു. ഇന്നൊക്കെ 5 ദിവസം കൂടുമ്പോൾ ഒന്ന് കുളിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ പറയുമല്ലോ മേല് കഴുകി, പക്ഷെ തല കഴുകിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ കുളിച്ചതാ. ഇത് എവിടുത്തെ കുളിയാ? ഞങ്ങളൊക്കെ തലയും കൂടെ നനച്ച് മൊത്തത്തിൽ കുളിക്കുന്നതിനാ കുളി എന്ന് പറയുന്നത്. ഇന്ന് കുളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം തല നനച്ചാലായി. മുടിയെല്ലാം കൂടെ ഒരു തീപ്പെട്ടി വഴിയേ കൊണ്ടുപോയാൽ മതി. അതിൽ ഒരു തീപ്പരി വീണാൽ മുടി കത്തിപ്പിടിക്കും. അതുപോലെ ഡ്രൈ ആക്കിയാണ് മുടി വെച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് കുറേ കെമിക്കലും കുറേ ഹെയർ സെറ്റിങ് സ്പ്രേയും അടിക്കാനിട്ടാണ് അവളുമാർക്ക്. മനുഷ്യന്മാർക്ക് പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. പണ്ടത്തെ കാലത്ത് ഞങ്ങളൊക്കെ വളർന്ന ഞങ്ങളുടെ ജനറേഷനിലും എന്നാൽ ഇപ്പം നാട്ടുപുറത്ത് ജീവിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളും ഉണ്ട്. നല്ല എണ്ണയൊക്കെ തേച്ചാൽ അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. നല്ല രീതിയിൽ മുടി വളരുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ? ഇവിടുത്തെ വെള്ളത്തിൻ്റെ കുഴപ്പം. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കുഴപ്പമല്ല, നിൻ്റെയൊക്കെ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ്.